പശു ഇറച്ചി കഴിക്കണം എന്നുള്ളവർ കഴിച്ചോളൂ, കഴിക്കേണ്ടെന്ന് ജീവാനന്ദ സ്വാമി പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാ, നമുക്കത് സങ്കല്പിക്കാൻ കഴിയാത്തതാണ് പശുവിൻ്റെ ഇറച്ചി മനുഷ്യൻ കഴിക്കുക എന്നുള്ളത്. പക്ഷെ മറ്റൊരാൾ കഴിക്കുന്നതിനെ തടയാൻ എനിക്ക് അധികാരമുണ്ടോ? ഇല്ല, എനിക്ക് അധികാരമില്ല. അതുകൊണ്ട് കഴിക്കണം എന്നുള്ളവർ കഴിച്ചോളൂ. ഹായ്, ഞാൻ അഡ്വക്കേറ്റ് മുനീർ. സന്യാസിപേര്യൻ പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ? ശരിയാണ്, പശുവിനെ അറക്കരുത്, മറ്റു ദുരുപയോഗം ചെയ്യരുത്. പശു നമ്മുടെ മാതാവാണ്, അതാണ് ശരി. അത് തന്നെയാണ് എല്ലാ മതസ്ഥരും ചെയ്യുന്നത്. ഒരു സ്ഥലത്തും മുസ്ലിംസ് പശുവിനെ അറക്കുന്നില്ല, ശരിയാണത്. പക്ഷെ ചില ആളുകൾ വർഗീയത പരത്തുന്നതിന് വേണ്ടി കൊണ്ടുപിടിച്ച് നിയമവും മറ്റുള്ള വിഷയങ്ങളും ഉണ്ടാക്കുമ്പോഴാണ് ചിത്രം മാറുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞത്? മതത്തിൽ പറഞ്ഞിട്ടില്ല, മതത്തിൽ പശുവിനെ അറുക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് നിങ്ങൾ കാണാം. അതാണ് ശരി, മതത്തിൽ പറഞ്ഞിട്ടില്ല. ഒരു ധാർമ്മികതയുടെ പേരിലാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ പശുവിന്റെ മുലപ്പാല് ഒക്കെ കുടിച്ചാണ് വളർന്നത് എന്നാണ് അദ്ദേഹം അതിന് വിശദീകരണം നൽകുന്നത്. ഏതായാലും ഇത് വെച്ചിട്ടാണ് വർഗീയത വളർത്തി ഒരു പശുവിനെ അറുക്കരുത് മറ്റുള്ളതൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ പശുവിനെ ആരും അറുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ചിത്രത്തെ മറ്റൊരു രീതിയിൽ വൈകൃതമാക്കിക്കൊണ്ട് സമൂഹത്തിൽ പ്രശ്നം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശം മാത്രമേ മറ്റു ഇതിന്റെ ഗൂഢലക്ഷ്യക്കാർക്കുള്ളൂ. ഏതായാലും ഈ ഉയരത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, മതങ്ങൾ തമ്മിൽ പഠിക്കുക, സഹിഷ്ണുതയോടെ നീങ്ങുക. ഏതായാലും വീണ്ടും വരാം മറ്റൊരു വീഡിയോയുമായി. നന്ദി, നമസ്കാരം.